ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ കൊമരഞ്ചിറ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയ വീഡിയോ ആണ്. ആറാം ഉത്സവത്തിൻ്റെ അന്നാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്, കാരണം എഡിറ്റ് ചെയ്യാനുള്ള മടി, മറ്റൊന്നുമല്ല. അപ്പോൾ ഇപ്പം ഫോണിൽ സ്പേസ് ഇല്ല, പിന്നെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന് മുന്നേ ഇടാമെന്ന് വിചാരിച്ചു, അങ്ങനെ എഡിറ്റ് ചെയ്യായിരുന്നേ. ഞാൻ അമ്പലത്തിലെത്തിയപ്പം അവിടെ ഒരു സദ്യയല്ല നൃത്തസന്ധ്യ നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കുറച്ച് നേരം കണ്ടു. അതിന് ശേഷം പിള്ളേർക്ക് കാലൊക്കെ വേദനിക്കുന്നെന്ന് പറഞ്ഞു, കുറേ നേരം നിന്നാണ് കണ്ടത്, കാല് വേദനിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് നടക്കാനായിട്ട് തുടങ്ങി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ ആ ഒരു സമയത്ത്. എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ഈ കുറേ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ കണ്ട് പിന്നെ നമ്മളിങ്ങനെ നടന്ന് വന്ന് നമ്മളുടെ മെയിൻ പരിപാടി എന്താണ്, ഫുഡ് കഴിക്കുക. അങ്ങനെ ഞങ്ങളൊരു കോളിഫ്ലവർ ഫ്രൈ വിൽക്കുന്ന ഷോപ്പിൽ കയറി. അങ്ങനെ അവിടുത്തെ കോളിഫ്ലവർ ഫ്രൈ മേടിച്ചത് കഴിച്ചപ്പോഴാണ് ചേട്ടത്തി ചോദിച്ചത്, പാവ് ബജി കഴിച്ചാലോന്ന്. എനിക്കിതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ കാണാനുള്ള നല്ല ഭംഗിയൊക്കെ ആയിരുന്നു, പക്ഷേ കഴിച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കെന്തോ ഒരു ടേസ്റ്റില്ലായ്മ തോന്നി. പിന്നെ പിള്ളേർക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേർക്ക് പോയി ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. എനിക്കും ചേട്ടത്തിക്കും കുലുക്കി സർബത്ത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ചേട്ടൻ കുലുക്കി സർബത്തും മേടിച്ചു തന്നു. അങ്ങനെ കുലുക്കി സർബത്തൊക്കെ കുടിച്ചിങ്ങനെ നടക്കുമ്പോഴാണ് പിള്ളേർക്ക് റൈഡിൽ കയറണമെന്നുള്ള ആഗ്രഹം. അവിടെ ഈ ജെയിൻ വീല് മറ്റു റൈഡൊക്കെ ഉണ്ട്. ഒക്കെ അപ്പുറത്തെ മൈതാനത്തിലാണ് ഉള്ളത്, അപ്പുറത്തെ സൈഡിലാണ്, ഈ മൈതാനത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലാണ് ഇതെല്ലാം ഉള്ളത്. അപ്പോൾ അവിടെ കയറണം, അതിൻ്റെയൊക്കെ ലൈറ്റ് കാണുമ്പോൾ അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാട്ടമായിരുന്നു. അപ്പോൾ എന്തായാലും പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുപോയില്ല. നമ്മൾ പിന്നെ തിരിച്ച് പോരാന്നുള്ള തീരുമാനത്തിലെത്തി. പിന്നെ നാടകം എന്തോ ഉണ്ടായിരുന്നു, പരിപാടി എന്താണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു സമയത്ത് അതൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. ചെയർസൊക്കെ അവിടെ ഇട്ടേപ്പോൾ ഉണ്ടായിരുന്നു, തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചെന്തായാലും വീട്ടിലേക്ക് പോകാം എന്നുള്ള പ്ലാനായി. അങ്ങനെ ലൈറ്റെല്ലാം കണ്ടു, നൃത്തസന്ധ്യയും കണ്ടു. നമ്മൾ തിരിച്ച് കാറിൻ്റെ അടുത്തോട്ട് പോയി. അപ്പോഴാണ് പിള്ളേർക്ക് അവിടെ ഈ സർപ്പക്കാവിൻ്റെ അടുത്തൊക്കെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച വെച്ചേപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ അങ്ങോട്ടും കൂടെ ഒന്ന് പോയി, ജസ്റ്റ് ഒന്ന് പോയിട്ട് നമ്മൾ തിരിച്ച് വന്നപ്പോൾ അവിടെ ഈ തെയ്യത്തിൻ്റെ കോലമൊക്കെ വെച്ചിട്ട് ഈ നൃത്തസന്ധ്യയുടെ തന്നെ നൃത്തം തന്നെ ഉണ്ടായിരുന്നു. എന്ത് പ്രോഗ്രാമാണെന്ന് എനിക്കറിയില്ല. ഈ തെയ്യക്കോലമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് നേരം കണ്ടു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.